ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ മുമ്പത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഓണം പ്രോഗ്രാമിൻ്റെ അതിൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണും കേട്ടോ. ന്യൂസിലാൻഡിൽ ഞങ്ങളുടെ ഓണം. അപ്പോൾ ഓണം ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബർത്ത്ഡേക്കാണ്. അപ്പോൾ ബർത്ത്ഡേ പോയിക്ക് ഞങ്ങൾ ഡ്രസ്സാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തലേ ദിവസം തന്നെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് വരുമ്പോൾ ടൈം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ തലേന്ന് തന്നെ പോയി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറെ മകൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരുള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിലൊരു കാര്യം പറയാൻ പറ്റുമോ, ഇവർ ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഈവനിങ്ങിലാണ് വന്ന് പറഞ്ഞത് കേക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകണം, പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയാലും ലുക്കിലായാലും. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ടൈമില്ലാത്ത ദിവസമായതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ കേക്കിൻ്റെ മുകളിൽ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ അത്ര പ്രൊഫഷണൽ കേക്ക് മേക്കറൊന്നുമല്ല. പിന്നെ ഇതേപോലെ ബർത്ത്ഡേ കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. നമ്മൾ എക്സ്പേർട്ട് അല്ല, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഷോപ്പിൽ നിന്ന് പിന്നെ കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഷോപ്പിലെ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. വെറൈറ്റി കേക്ക്സ് നമുക്ക് ഇവിടെ കിട്ടും, പക്ഷേ ആ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മക്കൾക്കൊന്നും അങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇവിടുത്തെ കേക്ക്. പിന്നെ അതേപോലെ നമ്മൾ കസ്റ്റമർ ചെയ്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഷോപ്പിലൊന്നും പാക്കൻസിൽ ഇവിടുത്തെ ഷോപ്പിലൊന്നും അല്ലെങ്കിൽ ബേക്കറീസിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ് കേക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്താണെന്ന് അറിയില്ല. എന്തായാലും അധികം വൈകാണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അവർ രണ്ടാളും കൂടി കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ബർത്ത്ഡേ ബോയിൻ്റെ അനിയനാണ് പുറത്ത് നിൽക്കുന്നത്. അവർക്ക് 2 ബോയ്സാണ് ഞങ്ങളെ പോലെ തന്നെ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. Send those pictures to me. Yeah, send those pictures to me. Go sit there. Go there. Go there. Go. We have evidence. Go. Take pictures as well. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കേക്ക് എല്ലാവർക്കും ഒക്കെ കൊടുത്തു. ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് അവരെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് ആദ്യം അവർ കൊണ്ടുവന്നതാ ഈ സംഭവമാണ്. ഈ പ്ലേറ്റിൽ കേക്കിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫുഡാണ് ഈ ഒരു സമൂസ. അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. അതന്നെ കഴിച്ചാൽ വയറ് ഫില്ലോ. അത്യാവശ്യം നല്ല കഴിക്കാനുണ്ടാവും. നല്ല വലിപ്പമുള്ള ഒരു വലിയൊരു സമൂസ ആയിരുന്നേ. അപ്പോൾ അതും പിന്നെ എക്സ്ട്രാ കുറച്ച് സ്നാക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ട്രഡീഷണൽ ഫുഡായ പാവ് ബജി എന്ന് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ബന്നിൽ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ അതാ ഒരു കറി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നു കേട്ടോ. പിന്നെ സൈഡിൽ ഓണിയനും അതേപോലെ തന്നെ ലെമണും ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് സംഭവം കഴിക്കുന്നത് പാവ് ബജി എന്ന് കേട്ടിട്ടുള്ളൂ, കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ റൈസ് കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. ആദ്യം എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ആദ്യമൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൻ ഇങ്ങനത്തെ ഉള്ള ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. നോർമൽ റൈസ് കഴിക്കും, അതേപോലെ ബിരിയാണി കഴിക്കും. അല്ലാണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവനൊരു മൂഡ് വരണം, അപ്പോഴേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അല്ലാതെ കഴിച്ചില്ല. അവൻ ആ കേക്ക് അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായി. ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് ഇവിടെ പൂജ നടക്കണമുണ്ട്.
അതായത് വിനായക ചതുർത്ഥീൻ്റെ സംബന്ധമായിട്ട് ഇവർക്കൊരു 10-15 ദിവസം പൂജ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഫുൾ അന്ന് വെജായിരുന്നു കേട്ടോ, നോൺ വെജായിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അതാ ഞാൻ പറഞ്ഞ റൈസ് അതും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു, അതിലൊരു ഗ്രേവി ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവർ വൈനൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞങ്ങൾ ഞങ്ങളെ വക ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബായ്.